എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ. സാധാരണ എല്ലാവരും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതിനായിരിക്കും, എന്നാൽ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെട്ടവർ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. പിന്നെ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഇഷ്ടപ്പെട്ടവർ താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 ഓറഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മധുരമൊക്കെ ഉള്ള ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര എക്സ്ട്രാ ഇട്ട് എടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള 2 ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ പുറത്തുള്ള നാരൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടെടുക്കുക. ഇതിപ്പോൾ കുരുവുള്ള ഓറഞ്ചാണ് കേട്ടോ. കുരുവൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അരിയായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ കുരു അടക്കമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുരുവോട് കൂടി തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ 2 ഓറഞ്ച് മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചെറിയൊരു പീസ്, ഒരു കുഞ്ഞു പീസ് മാത്രം മതി കേട്ടോ. ഈ ഒരു 2 ഓറഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു അളവിൽ മാത്രം മതി. ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഇടുന്ന സമയത്ത് കൂടിപ്പോവരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ എരിവ് കാരണം നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചെറിയൊരു പീസ് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഒരുപാട് വാടിയിട്ടുള്ള മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റിലോട്ട് മാറും കേട്ടോ. ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ്, അത് നമുക്ക് ചെറിയൊരു പീസ് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളമാണ് കേട്ടോ. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് കൂടിപ്പോകണ്ട, 1/2 ഗ്ലാസ്സിൽ മാത്രം മതിയാവും. ഇനി മിക്സിയുടെ ടോപ്പിട്ടിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് മാക്സിമം 25-30 സെക്കൻഡ് മാത്രം. ഒരുപാട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നാരങ്ങയുടെ ഈ ഒരു ഓറഞ്ചിന്റെ കുരുവൊക്കെ പുറത്തോട്ട് വന്ന് അതിന്റെ കയ്പൊക്കെ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 25-30 സെക്കൻഡ് മാത്രം അടിച്ചെടുത്താൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഓറഞ്ചിന്റെ ജ്യൂസ് നമുക്ക് ഇനി ഒരു അരിപ്പയിൽ കൂടി മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ജ്യൂസ് നമ്മൾ വീണ്ടും ഈ ഒരു മിക്സിയിലെ ജാറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത്ര തന്നെ ഇടണമെന്നില്ല, ഓരോരുത്തരുടെയും ഓറഞ്ചിന്റെ മധുരത്തിനനുസരിച്ചിട്ടും അതുപോലെ ഓരോരുത്തർക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. ഈ ഒരു നീര് ചേർക്കുന്ന സമയത്ത് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും പുളിപ്പൊക്കെ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതി. അവസാനമായിട്ട് 2 ഐസ് ക്യൂബ്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ആ ഒരു പഞ്ചസാരയൊക്കെ അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. ഒരു തവണ ഇതുപോലെ ഒന്ന് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി നോക്കൂ. അടിപൊളിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചെറിയൊരു മല്ലിയിലയുടെ ഫ്ലേവറും അതേപോലെ ചെറിയൊരു എരിവും നമ്മുടെ നാരങ്ങ നീരിൻ്റെ ഒരു പുളിപ്പും അതൊക്കെ ചേർന്നിട്ട് ഒരു ഇച്ചിരി ഒരു മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിമിനാസ് വിഡ് വെൽ. ബൈ ബൈ.